ഇറാനിലെ യു.എസ്. സൈനിക ഇടപെടൽ തുടരുമ്പോൾ തന്നെ അടുത്ത രാജ്യത്തെ ഏറ്റെടുക്കാനുള്ള പദ്ധതി തന്റെ കൈവശമുണ്ടെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വൈറ്റ് ഹൗസിലെ ചടങ്ങിൽ സംബന്ധിക്കുമ്പോഴാണ് ക്യൂബയെ ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഫെബ്രുവരി 27-നും ക്യൂബയെ സൗഹൃദപരമായി ഏറ്റെടുക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ക്യൂബയിൽ നടപ്പിലാക്കാനുള്ള പദ്ധതി തന്റെ കൈവശമുണ്ടെന്നാണ് വൈറ്റ് ഹൗസിലെ ചടങ്ങിൽ ട്രംപ് വീണ്ടും വ്യക്തമാക്കിയത്. ആദ്യം ഇറാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പൂർത്തിയാക്കണമെന്നും ട്രംപ് പറഞ്ഞു. നിലവിൽ യു.എസിന്റെ ഉപരോധം നേരിടുന്ന രാജ്യമാണ് ക്യൂബ. അടുത്തിടെ വെനസ്വേലയിൽ യു.എസ്. സൈനിക ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം ക്യൂബയുടെ നില പരുങ്ങലിലായിരുന്നു. വെനസ്വേലയിൽ നിന്നാണ് ക്യൂബയ്ക്ക് ആവശ്യമായ എണ്ണ ലഭിച്ചിരുന്നത്. ക്യൂബ തങ്ങൾക്ക് ആവശ്യമായ ഇന്ധനത്തിന്റെ 1/3 വെനസ്വേലയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. നിലവിൽ ക്യൂബയുടെ അടിസ്ഥാന ശേഖരം കുറഞ്ഞുവരികയാണ്. ഊർജ്ജ പ്രതിസന്ധി മൂലം ദിവസം 20 മണിക്കൂർ വരെ നീണ്ടുനിൽക്കുന്ന ലോഡ് ഷെഡിംഗ് ക്യൂബയിലുണ്ട്. വടക്കേ അമേരിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തുനിന്ന് 100 മൈൽ തെക്കുകിഴക്കായി കിടക്കുന്ന ദ്വീപ് രാജ്യമാണ് ക്യൂബ. യൂത്ത് ഐലൻഡ് എന്ന താരതമ്യേന വലിയ 2 ദ്വീപുകളും വേറെയും ഒട്ടേറെ ദ്വീപ സമൂഹങ്ങളും ഉൾക്കൊള്ളുന്ന രാജ്യമാണിത്. കരീബിയൻ രാജ്യങ്ങളിൽ ഏറ്റവും ജനവാസമുള്ളത് ക്യൂബയിലാണ്. സ്പാനിഷ് കോളനിവൽക്കരണത്തിന്റെ ബാക്കിപത്രങ്ങളാണ് ക്യൂബയിലെ സംസ്കാരത്തെയും ജീവിതശൈലിയെയും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയും ക്യൂബയും തമ്മിൽ 40-ൽ പരം വർഷങ്ങൾ മുടങ്ങിക്കിടന്ന നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത് 2014-ലാണ്. ഇതോടെ അമേരിക്കൻ പൗരന്മാർക്ക് ക്യൂബയിൽ പോകുവാൻ അനുമതി ലഭിച്ചു. എങ്കിലും ഈ അടുത്ത കാലത്ത് പ്രസിഡന്റ് ട്രംപിന്റെ ചില വിദേശ നയങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.